കന്യാംഗത്തിൽ തന്നെ എംഎൽഎയായ ഒ.ജെ. ജനീഷിനെ തേടി മന്ത്രിസ്ഥാനം എത്തുമ്പോൾ തൃശൂർ ജില്ലയ്ക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിനോടൊപ്പം യുവനേതാക്കൾക്ക് കോൺഗ്രസ് നൽകുന്ന അംഗീകാരം കൂടിയായി മാറുകയാണ്. പോരാട്ടങ്ങളുടെ പാതകൾ ഏറെ താണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഒ.ജെ. ജനീഷ് അഭിമാന പദവിയിലേക്ക് എത്തുന്നത്. കൊടുങ്ങല്ലൂരിൽ കന്നിയംഗത്തിൽ സിറ്റിംഗ് എംഎൽഎ വി.ആർ. സുനിൽകുമാറിനെ 8000-ഓളം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഒ.ജെ. ജനീഷ് ജയിച്ചു കയറിയത്. ഈ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ കനൽ വഴികളേറെ കടന്നു. മാള കാക്കുള്ളിശ്ശേരിയിൽ ജനിച്ച ജനീഷ് പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴാണ് KSU രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. പോളിടെക്നിക് പഠനകാലത്ത് അച്ഛൻ മരിച്ചു. അമ്മ പുഷ്പയുടെ തൊഴിലുറപ്പ് ജോലിയായിരുന്നു കുടുംബത്തിന്റെ വരുമാന മാർഗം. പാർട്ട് ടൈം ജോലി ചെയ്താണ് ജനീഷ് പഠനത്തിനായി പണം കണ്ടെത്തിയത്. സെയിൽസ്മാൻ മുതൽ സെക്യൂരിറ്റി ജോലി വരെ ചെയ്തു. ഇതിനിടയിൽ തൃശൂർ ലോ കോളേജിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കി. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചു. നിരവധി വിദ്യാർത്ഥി സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. യുവജന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി. സമരമുഖങ്ങളിൽ പതറാതെ നയിച്ച ഈ യുവജന നേതാവിന് ലാത്തിചാർജിൽ നിരവധി തവണ പരിക്കേറ്റു. ഒട്ടേറെ തവണ ജയിൽവാസവും അനുഷ്ഠിച്ചു. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും ജനീഷിനെ തേടിയെത്തി. VM സുധീറിന് ശേഷം തൃശൂർ ജില്ലയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ആളാണ് ജനീഷ്. ഇങ്ങനെ പോരാട്ട പാതകൾ താണ്ടി ഒ.ജെ. ജനീഷ് കടന്നു വരുമ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരമായി കൂടി ആ മന്ത്രി പദവി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് TCV.